ഞാൻ അന്നും ഇന്നും പറയുന്നത് 1 മുതൽ 6 വരെയുള്ള എല്ലാ സീസണുകളിലും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം അവരുടെ അണിയറ പ്രവർത്തകർ അവർ ചിന്തിക്കുന്ന കാഴ്ചപ്പാടുകളും അവർ ചിന്തിക്കുന്ന കാര്യങ്ങളും ഗംഭീരമാണ്. ഒരു സംശയം വേണ്ട. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഒരു റൂമിനുള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചർച്ച ചെയ്യപ്പെടുമോ, എങ്ങനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് വരണമോ, ഇതെല്ലാം ഹൗസിനുള്ളിലുണ്ട്. ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വാക്കോ വരിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വലിയ കേസുകൾക്ക് പോലും കാരണമാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹൗസിനുള്ളിലെ 18 പേര് കേരള സമൂഹത്തിൻ്റെ 18 റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെ പൊതുസമൂഹത്തോട് നമുക്ക് സംസാരിക്കാം, എന്ത് ശരി എന്ത് തെറ്റ്, സമൂഹത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശരിയായിട്ട് നിൽക്കുന്നത്, സമൂഹം ആരെയാണ് സ്വീകരിക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് അനുകമ്പ സമൂഹത്തിലുണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള മാനസിക ധൈര്യം, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ സീസണിലെ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്താ, ഒരു മത്സരാർത്ഥിക്കുണ്ടായ ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനു മുൻപ് ഇൻ്റർവ്യൂവിൽ പോയിട്ടുള്ള ചില പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ പറയുന്നു. അതും ഷോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഷോയ്ക്കെതിരെ പറഞ്ഞിട്ടേ ഇല്ല. ഷോയുടെ അണിയറ പ്രവർത്തകർ, ചില ആൾക്കാർ ചിലരോട് കാണിച്ചിട്ടുള്ള നീതികേടുകൾ വിന്നറായ ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത് എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? നഷ്ടമല്ലേ ഉള്ളൂ. അതിനുശേഷം ഏഷ്യാൻ്റെ ഒരു പരിപാടികൾ നമ്മളെ വിളിക്കത്തില്ലല്ലോ. ഓട്ടോമാറ്റിക്കലി അതിനുശേഷം കട്ട് ഓഫ് ആവുമല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്കത് ശരിയാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞ മാറ്റർ 100% ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അത് പറഞ്ഞത്. അവിടെയും ഒരിടത്തും ഷോ അല്ല വിഷയം.